ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അത് എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഗ് ബിരിയാണിയാണ്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. 4-5 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളതിനുവേണ്ടി 8 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുക്കും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഇത് നമ്മൾ ദം ചെയ്താണ് ഉണ്ടാക്കുന്നത്. മുട്ട ഗ്രേവിക്കകത്ത് തന്നെ വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്താണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെമ്പിൻ്റെ അകത്ത് തന്നെ നമ്മുടെ മുട്ട ആദ്യം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അതിനായിട്ട് അടുപ്പ് കത്തിക്കാം. ചെമ്പ് വെച്ചത് നമ്മുടെ ചെമ്പൊക്കെ ചൂടായി നമുക്കൊരു ശകല ഓയിൽ ഒഴിച്ചിട്ടില്ല. ശകലം ഇച്ചിരി നമ്മൾ ബിരിയാണിക്ക് ആവശ്യമുള്ള ഓയിലും ഒഴിച്ചേക്കാം. അതിൻ്റെ നമുക്ക് മുട്ട ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. ശകലം കാശ്മീരി ചില്ലി, ഗരം മസാല, ശകലം ഉപ്പ് കൊടുത്തിട്ട് നമുക്കിനി നമ്മുടെ മുട്ട ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയൊക്കെ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ബിരിയാണിക്കുള്ള മസാല നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോവാണ്. ബിരിയാണിക്ക് ആവശ്യമുള്ള കട്ടി മസാലകളെല്ലാം നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ചേർത്ത് ബേ ലീവ്സ്, കറുവപ്പട്ട, ഒരു പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, ഇതെല്ലാം ഇവിടെ നമ്മുടെ ആവശ്യത്തിന്. ഒത്തിരി വേണ്ടവർക്ക് ഒത്തിരി ഇടാം. ഇച്ചിരി കുരുമുളകും എല്ലാം ഇവിടെ ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കും. ഒരു 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലിട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് തക്കാളിക്കായും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവളയൊക്കെ ഒരു മീഡിയം പരുവത്തിൽ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി, നമ്മൾ പൊടിച്ചതിന് ശകലം മസാലക്കൂട്ട്, ശകലം ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടിയുടെയും ആ 3 പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് മസാലയൊക്കെ നോക്കിയിട്ട് നമ്മുടെ സവളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ വറുത്ത് ചെയ്ത് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിക്കാം. തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ച് വെച്ചൊരു 10-20 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ബിരിയാണി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളമായി. ഏകദേശം തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഒരു ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ അടച്ച് വെക്കാം. നല്ല കറക്റ്റ് പരുവത്തിൽ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തീരെ ലോ ഫ്ലെയിമിൽ നമുക്കൊരു 3-4 മിനിറ്റ് കൂടെ വെക്കാം. നല്ല ദമ്മായിട്ട് എന്തെങ്കിലും വെള്ളം ജലാംശമൊക്കെ വറ്റാനുണ്ട് നല്ലപോലെ വറ്റി റെഡിയായിട്ട് വരും. അപ്പോൾ നമുക്ക്
ഒരു 2-3 മിനിറ്റ് തീരെ ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചെമ്പ് ചൂടാകുന്ന രീതിയിൽ മാത്രം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബിരിയാണി ചെമ്പ് ഓഫ് ചെയ്യുവാണ്. എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആദ്യം ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഈസി റെസിപ്പിയാണ്. അത് എരിവൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി എഗ് ബിരിയാണിയാണ്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റൈസൊക്കെ കറക്റ്റ് വേവ, അധികം കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. എനിക്ക് പേടിയുണ്ടായിരുന്നു നമ്മൾ വറ്റിച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകുന്നു, പക്ഷേ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മുട്ടയ്ക്കൊക്കെ ആണെങ്കിലും മസാലയുടെ രുചിയൊക്കെ പിടിച്ച് നമ്മൾ വരഞ്ഞൊക്കെ ഇട്ടുകൊണ്ട് രുചിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വരുകയില്ല. പിള്ളേർക്കൊക്കെ നമുക്ക് ടിഫിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.